ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു പൊതുഫലമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യതിയാനമുണ്ടാകും. അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങളുണ്ടാകും. ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇവയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലും പെടുന്ന ആളുകൾക്ക് ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ സെപ്റ്റംബർ 17 വരെ 12ാം ഭാവരാശിയിലാണ്, നീചരാശിയിലാണ് ആ ലഗ്നാധിപൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ശുക്രന് കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട്. 16 മുതൽ 12ാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ്റെ സ്ഥിതിയും വരുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടി ആ 12ാം ഭാവരാശിയിലുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി നോർമലായിരിക്കും എങ്കിലും ആദ്യത്തെ 2 വാരം ചിലർക്ക് ഈ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ, കണങ്കാലിൽ ഒക്കെ എന്തെങ്കിലും ക്ലേശങ്ങൾ, മസിൽ സംബന്ധമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ വരാം. അപ്പോൾ പൊതുവെ ഒരു ബോഡി പെയിനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ആദ്യത്തെ 2 വാരം. ഈ സെപ്റ്റംബർ 18 ആകുമ്പോൾ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ തന്നെ വരികയാണ്, മാളവ്യ യോഗാവസ്ഥയിലോട്ട് വരികയാണ്. അപ്പോൾ അത് അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആരോഗ്യസ്ഥിതി വളരെ അനുകൂലമായിരിക്കും. രോഗക്ലേശങ്ങളുള്ളവർക്ക് ആ രോഗക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകുന്ന സമയമായിരിക്കും. പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി അവസാനത്തെ 2 വാരം പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മൾ ആദ്യത്തെ 2 വാരമൊക്കെ നമ്മൾ ഈ ദൂരയാത്രകളിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം. വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ആരിലൊക്കെ രാഹു നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് ഈ സ്റ്റൊമക്ക് ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഈ 6ാം ഭാവാധിപൻ ആയിട്ടുള്ള ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അതൊരു വിപരീത രാജയോഗമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെയും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മുക്തി ഉണ്ടാകും. നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അവയൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആ സൂര്യനൊക്കെ 12ലേക്ക് വരുന്നു. ആ സൂര്യന് കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നു. അപ്പോൾ പിതാവിൻ്റെ ആരോഗ്യത്തിൽ ഒരു കെയർ വേണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി. അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശാധിപൻ അതുപോലെ 17 വരെ 12ലാണ്. കർമ്മസ്ഥാനാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രൻ എന്ന് പറയുന്നത് വേഗത്തിൽ രാശികൾ മാറുന്ന ഒരു ഗ്രഹമാണ്. 10ലാണെങ്കിൽ ഗ്രഹങ്ങളില്ല, ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമില്ല. ഇപ്പോൾ 10 ആദ്യത്തെ ഈ 3 ദിവസം ആ ബുധൻ്റെ സ്ഥിതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നിലവിലെ തൊഴിൽ സ്ഥിതി തുടരുന്ന ഒരു അവസ്ഥയാണ്. തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. തിടുക്കത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് നടത്തിയിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ
ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകും. അതേസമയം സൂര്യനും ബുധനും ഒക്കെ യോഗം ചെയ്ത് 11 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സെപ്റ്റംബർ 16 വരെ സൂര്യനും ബുധനും ഒക്കെ 11 യോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 11 സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്നത് പൊതുവെ ഈ തൊഴിലിലൊക്കെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഈ സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ കുടിശ്ശിക പണമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കിട്ടാനുണ്ട് തൊഴിലിൽ നിന്ന് എങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ ആ രവിയുടെയും ബുധൻ്റെയൊക്കെ ആ 11 സ്ഥിതി വഴിതെളിക്കും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ തൊഴിൽ മാറ്റങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് ദൂരെ യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി ആ കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ്, വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ തൊഴിലിലെ വീഴ്ചകളൊക്കെ തിരുത്തി പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവ പരിഹരിച്ചു പോകുന്നവർക്ക് കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർഡ് വർക്ക് നടത്താമെങ്കിൽ ആ 11 ആ ബുധനും ബുധ ആദിത്യ യോഗം അത് വളരെ ഗുണം ചെയ്യും. അത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തന്നെ പൊതുവെ തൊഴിൽ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുറിയിലെ ബിസിനസ്സുകാരുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ കുജനാണ്. ആ കുജൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണെങ്കിൽ 10ഉം 11ഉം ഭാവരാശിയിൽ 22 വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ്. അപ്പോൾ 7 വക്രശനിയുടെ നീചദൃഷ്ടിയുണ്ട്. എങ്കിലും ബിസിനസ്സിൽ വലിയ ക്ലേശങ്ങൾ കാണുന്നില്ല. ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. കാരണം ബിസിനസ് കാരകനാണ് ബുധൻ. ആ ബുധൻ 10, 11 ഭാവരാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് പോകാമെങ്കിൽ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആ ശുക്രനും 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുക്രനാണെങ്കിൽ മാളവ്യ യോഗാവസ്ഥയിലും കൂടെയാണ്. അതും ബിസിനസ്സുകാർക്ക് വളരെ ഗുണം ചെയ്യും. വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്കും പൊതുവെ നേട്ടങ്ങളുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ്റെ സ്ഥിതി 22 വരെ അനുകൂലമാണ്. 10ഉം 11ഉം ഭാവരാശികളിലാണ്. അതുപോലെ 11 ആ ബുധനും സൂര്യനുമായിട്ടുള്ള ബുധ ആദിത്യ യോഗം. അതുപോലെ പൊതുവെ ഈ 5 ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ ഈ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. അത് പഠന മികവിന് വഴിതെളിക്കും. പരീക്ഷകളിലൊക്കെ തന്നെ ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പൊതുവെ പഠനത്തിൽ മികവിനും പഠനം വഴി ഒരു അംഗീകാരം, അവാർഡൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ നമ്മൾ കാണുക. ഇനി നമുക്ക് ധനസ്ഥിതി. അപ്പോൾ ധനസ്ഥിതിയൊക്കെ ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനത്താണ്. എങ്കിലും ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുപോലെ സമ്പത്തിൻ്റെ കാരകൻ ശുക്രൻ എന്ന് പറയുന്നത് ആദ്യത്തെ 2 വാരം 12 നീചരാശിയിൽ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഗുരു 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12 ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ധനാഗമമൊക്കെ ഉണ്ടാകും. എങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവും ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്ന സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ 12 ശുക്രനും കേതുവുമായിട്ടൊക്കെ ഒരു യോഗവും, അതുപോലെ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ
സൂര്യനും ബുധനും ഒക്കെ ആ 12ലേക്ക് വരുന്നുണ്ട്. ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ആ 12 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ 12 പല ഗ്രഹങ്ങളുടെ സ്ഥിതിയും ദൃഷ്ടിയും ഒക്കെ വരുമ്പോൾ അത് ചിലവ് കൂടാനുള്ള ഒരു സാധ്യത കാണും. ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി 12 വരുമ്പോൾ പൊതുവേ അതൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അതേസമയം തമോ ഗ്രഹങ്ങളുടെ സാന്നിധ്യമൊക്കെ 12 വരുമ്പോൾ അത് നമുക്ക് അനാവശ്യ ചിലവുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 2 സമയമാണ്. അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈ സർക്കാർ വഴിയൊക്കെ ധന നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ കുജൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ ശത്രുക്ഷേത്രത്തിലാണ് ആ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ നിൽക്കുന്നത്. അതുപോലെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 17 വരെ ഈ 12ാം ഭാവരാശിയിൽ നീചരാശിയിൽ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 7ലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വാരം വിവാഹ ആലോചനകളിലൊക്കെ ഒരു മെല്ലപ്പോക്ക് ആയിരിക്കും അനുഭവപ്പെടുന്നത്. 18 മുതൽ ആ ശുക്രൻ ജന്മരാശിയിലേക്ക് വരികയും 7ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ഈ വിവാഹ ആലോചനകൾ ഉണ്ടാകും. അത് സ്മൂത്തായിട്ട് പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നല്ല സാമ്പത്തികവും അതുപോലെ ഭാഗ്യവതിയുമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് ആ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കമിതാക്കളെ ഒരു അവസ്ഥ എടുക്കുമ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല സമയമല്ല. കാരണം 5ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി ആണെങ്കിൽ 5 വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ആ 5ാം ഭാവരാശിയിൽ ആദ്യത്തെ 2 വാരമൊക്കെ ഉള്ള സമയമാണ്. അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആ 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ 2 വാരമൊക്കെ പ്രണയ ബന്ധം അത്ര സുഖകരമാകണമെന്നില്ല. മാനസികമായിട്ടുള്ള സംഘർഷവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 വാരം സന്തോഷകരമാകില്ല. ശനിയുടെയൊക്കെ 7ലെ ദൃഷ്ടി സുഖക്കുറവുണ്ടാക്കും. അതുപോലെ തന്നെ ശുക്രനും ആദ്യത്തെ 2 വാരം വിവാഹ ഭാവകാരകനാണ് ശുക്രൻ. ആ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ആദ്യത്തെ 2 വാരം നീചരാശിയിൽ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു ശ്രദ്ധ, ഒരു സുഖക്കുറവൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ ജന്മരാശിയിൽ വരികയും അത് ദൂരെ യാത്രകൾ അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ യാത്രയ്ക്കോ ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുള്ള സമയവും കൂടെ ആണ്. അപ്പോൾ പൊതുവെ അവസാനത്തെ 2 വാരം റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2ലും 4ലും ഒക്കെ ഗുരുദൃഷ്ടിയുണ്ട്. അതുപോലെ ഈ പൊതുവെ 2ാം ഭാവാധിപൻ കുജനാണ്. ആ കുജൻ ഭാഗ്യസ്ഥാനത്താണ്. അതുപോലെ കുടുംബ അംഗങ്ങൾ ഒന്നിച്ചുള്ള ദൂരയാത്രകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒത്തൊരുമയോടെ പോകുന്നതിനുമൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. 4ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ഗുരുവിൻ്റെ 4ലെ ദൃഷ്ടി ഗുണം ചെയ്യും. സെപ്റ്റംബർ 5, 6, 18, 19, 22, 23 ഈ ദിവസങ്ങൾ
ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ, അത്തരത്തിലുള്ള ആ കർമ്മങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് പൊതുവെ ഒരു പൊതുഫലമാണ്. ഈ പൊതുഫലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, തുലാം കൂറുകാർക്കെല്ലാം തുലാ ലഗ്നമാണോ? തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും തുലാലഗ്നം വരണമെന്നില്ല. കുറച്ചു പേർക്ക് തുലാലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. ഇപ്പം തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. പക്ഷേ നമുക്കിപ്പോൾ നടക്കുന്ന ദേശീയ അവതാരമൊക്കെ അനുകൂലവും പ്രതികൂലവും ആകുന്നതിനനുസരിച്ച് ആ ഫലത്തിൽ മാറ്റങ്ങൾ വരാം. എങ്കിലും ഈ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശി തുലാമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ നമ്മൾ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം നമുക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല, ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ വ്യക്തത, കൂടുതൽ കൃത്യത അത് ഈ ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം.